നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ദൂതന്മാരുടെ നിരകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ചുറ്റുമുള്ള ദൂതസഞ്ചയത്തെ കാണുവാൻ നമ്മളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത്. ഏകസ്യയുടെ കണ്ണ് തുറന്നപ്പോൾ മല മുഴുവൻ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവൻ സമാധാനിക്കുവാനിടയായി, ഭയം മാറിപ്പോകുവാനിടയായി. ദൂതന്മാരുടെ സംരക്ഷണയിലാണ് നമ്മൾ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭയമെല്ലാം മാറിപ്പോകും. ഇന്ന് സന്ധ്യാവേളയിലും ദൈവവചനം നാം പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. വിശുദ്ധ ദൂതന്മാരെ കുറിച്ച് തുടർന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, അവിടുത്തെ പാദങ്ങളിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. രാത്രിയും ദൈവവചനം ചിന്തിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾ ചിന്തിക്കുന്ന എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണം. അത് മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണം. ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ വിവിധ തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ച് ഇന്ന് ഓർപ്പിക്കാമെന്ന് ഞാൻ പറയുകയുണ്ടായി. ദൂതന്മാരുടെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച്, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ദൂതന്മാർ പ്രവർത്തിക്കുന്നത് ഏത് തരത്തിലാണെന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇന്ന് ദൂതന്മാരുടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് 12 തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ബൈബിളിൽ വിവിധ ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 12 തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ച് ഇന്ന് പ്രാരംഭമായിട്ട് പറയുകയാണ്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ, ധാരാളം സംശയങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം, നിങ്ങൾ സംശയങ്ങൾ എഴുതിയിടുക. ചർച്ചിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ എല്ലാം മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൂതസഞ്ചയത്തിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ളത് സ്വർഗസിംഹാസനവുമായി ബന്ധപ്പെട്ട ദൂതന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സ്വർഗസിംഹാസനത്തിൽ 2 തരത്തിലുള്ള ദൂതന്മാരാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ വിഭാഗം കെരൂബുകളാണ്, ചെറൂബീം. രണ്ടാമത് സറാഫുകളാണ്. ഈ കെരൂബുകളും സറാഫുകളും നിരന്തരം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതിലൊന്നാമത്തെ വിഭാഗം കെരൂബുകളാണ്. കെരൂബുകൾ, ചെറൂബീം, അവര് സ്വർഗസിംഹാസനത്തിന്റെ വാഹകരും കാവൽക്കാരുമാണ്. ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ദൈവികമായ വസ്തുക്കൾ സൂക്ഷിപ്പാൻ നിയോഗിക്കപ്പെടുന്നത് കെരൂബുകളാണ്. വളരെ ശക്തിയും ബലവുമുള്ള ദൂതന്മാരാണ്. ശക്തിയും ബലവുമേറിയ ദൂതന്മാരെ കുറിച്ച് നാം ബൈബിളിൽ വായിക്കുന്നു. എല്ലാ ദൂതന്മാരും ശക്തിയേറിയവരാണ്. നമ്മേക്കാൾ ശക്തന്മാരും ബുദ്ധിമാന്മാരും ആയ ദൂതന്മാരാണ് സ്വർഗീയ സേന. ഈ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വിഭാഗമാണ് ദൂതന്മാർ. 103-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അവന്റെ സൃഷ്ടികളായ അവന്റെ സകല സ്ഥലങ്ങളിലുമുള്ള സകല സൈന്യങ്ങളുമായുള്ള ഒരു യഹോവയെ വാഴ്ത്തുവീൻ. ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സ്വർഗത്തിന്റെ സൈന്യത്തിന്റെ ഒരു വിഭാഗമാണ്. ദൂതന്മാർ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വിഭാഗമാണ്. അപ്പോൾ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വിഭാഗമാണ് ദൂതന്മാർ. അതിൽ അതിപ്രധാന ദൂതന്മാർ
സിംഹാസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കെരൂബുകൾ. ഈ കെരൂബുകളും സറാഫുകളും പിന്നീട് ലൂസിഫറുമായിരുന്നു സ്വർഗീയ സിംഹാസനവുമായി ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ ആ ലൂസിഫർ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടത്, സാത്താനായി മാറിയത്. അങ്ങനെ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട ലൂസിഫറിനെ കുറിച്ചും അവന്റെ സൈന്യത്തെക്കുറിച്ചും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. 12 തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നുവെന്ന് ആദ്യമേ പറയുകയുണ്ടായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ തലത്തിലും സ്വർഗത്തിൽ 3 തരത്തിലുള്ള ദൂതന്മാര്, അതിന്റെ താഴെ സ്വർഗത്തിൽ 3 തരത്തിലുള്ള ദൂതന്മാര് നമ്മൾ നേരത്തെ ചിന്തിച്ചു. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. അതിന്റെ താഴെ ആകാശമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന പ്രഭുക്കന്മാര്, ഭരണകർത്താക്കള്, കർത്താക്കന്മാര്, അവര് ആകാശമണ്ഡലത്തിലെ ദൂതസഞ്ചയങ്ങളാണ്. ഇനി സ്വർഗത്തിലെ ദൂതസഞ്ചയങ്ങളാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. സ്വർഗത്തിൽ കെരൂബുകളും സറാഫുകളും ലൂസിഫറുമായിരുന്നു ഉണ്ടായിരുന്നത്. ലൂസിഫറാണ് ഏറ്റവും തേജസ് ഉണ്ടായിരുന്ന ദൂതൻ. വളരെ ശക്തിമാനായിരുന്നു. അവര് അഹങ്കരിച്ചതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടു. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇപ്പോഴുള്ളത് ഒന്ന് കെരൂബുകൾ. കെരൂബുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലാണ്ട് 30 തവണ കെരൂബുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 1 പ്രാവശ്യം മാത്രമേ കെരൂബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എബ്രായ ലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ് അവിടെ നിയമപ്പെട്ടകവും കൃപാസനവും അതിനു മീതെ തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. തേജസ്സിന്റെ കെരൂബുകളാണ്. കെരൂബുകൾ തേജസ് ഉള്ളവയാണ്. ദൈവസിംഹാസനം വഹിക്കുന്നത് കെരൂബുകളാണ്. കെരൂബുകൾക്ക് 4 ചിറകുകളുള്ളതായിട്ടാണ് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 4 മുഖങ്ങളുണ്ട്. ഒന്ന് മനുഷ്യമുഖം, രണ്ടാമത് സിംഹത്തിന്റെ മുഖം, മൂന്നാമത് കാളയുടെ മുഖം, നാലാമത് ഗരുഡന്റെ മുഖം, അതായത് ഈഗിളിന്റെ മുഖം. അങ്ങനെ 4 മുഖങ്ങളുള്ള കെരൂബുകൾ, 4 ചിറകുകളുള്ള കെരൂബുകൾ. ഈ കെരൂബുകൾ ദൈവസിംഹാസനം വഹിക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവസിംഹാസനം വഹിക്കുന്ന ഈ കെരൂബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. അവർ ചക്രങ്ങളിൽ മേലാണ് ഓടുന്നത്. അത് ഒരു ചക്രത്തിനകത്ത് മറ്റൊരു ചക്രം ഉള്ളതുപോലെയാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ വലിയ വട്ട് പോലെയാണ്. വാൾമാർട്ടിലൊക്കെ കിട്ടുന്ന കാർട്ടിന്റെ അടിയിലുള്ള വീല് പോലെ. ആ വട്ടിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വലിപ്പമുള്ള വട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ വലിപ്പമുള്ള വട്ടുകളാണ്. അപ്പം ദൂതന്മാരുടെ വലിപ്പത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൂതന്മാരാണ്. ഈ ദൂതന്മാരെ പാടി ആരാധിക്കുന്നത് എന്താണെന്നറിയാമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മഹത്വം വാഴ്ത്തപ്പെടുമാറാകട്ടെ, യഹോവയുടെ മഹത്വം കൊണ്ട് ഭൂമി നിറയുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് കെരൂബുകൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത്. കെരൂബുകളുടെ ചിറകുകൾ കൊണ്ട് അവർ തങ്ങളെ തന്നെ മറയ്ക്കുന്നു. 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് അവര് ഈ സിംഹാസനത്തെ അവർ വഹിക്കുന്നു. അതിന് കെരൂബുകളെ കുറിച്ച് പിന്നീട് നമുക്ക് തുടർന്ന് വിശദമായിട്ട് ചിന്തിക്കാം. ഇപ്പോൾ അതിന്റെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോട്ടെ. ഒന്നാമത് കെരൂബുകൾ, രണ്ടാമത് സറാഫുകൾ. സറാഫുകൾക്ക് 6 ചിറകുകളാണുള്ളത്. ഈ 6 ചിറകുകളിൽ 2 ചിറകുകൾ കൊണ്ട് അവർ പാദങ്ങൾ മൂടുന്നു, 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടുന്നു, തങ്ങളെ തന്നെ മറയ്ക്കുന്നു. 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് വിശ്രമം കൂടാതെ 24/7 ആർത്തട്ടഹസിച്ച് ഒരുവനോടൊരുവൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സറാഫുകൾ. ഏതാണ്ട് ഹണീബിയുടെ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നവരാണ് ചെരൂബിയും അതുപോലെ സാറാബിയും. സാറ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം എന്നാണ്.
പ്രകാശസ്ഫുരിക്കുന്ന തേജസ്സുള്ള ദൂതന്മാരാണ് ഇവർ രണ്ടു കൂട്ടരും. തീ പാളിക്കത്തുന്ന തീയാണ് അവിടെ, തീയുടെ നടുവിലാണ്. ദൈവമുഖം ഇവർക്ക് നോക്കാൻ സാധ്യമല്ല. നമുക്ക് ദൂതന്മാരെ നോക്കാൻ സാധ്യമല്ല, കാരണം അൾട്രാ വയലറ്റ് ആണ്. നമ്മുടെ കണ്ണുകൾക്ക് അതിനുള്ള കഴിവില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, മൃഗങ്ങൾക്ക് അൾട്രാ വയലറ്റ് കുറെയൊക്കെ കാണുന്നതിൽ ബുദ്ധിമുട്ടില്ല. നമ്മൾ കാണാതിരിക്കുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള വളർത്തുന്ന നായെ, പട്ടിക്ക് ദൂരോട്ട് കാണാൻ പറ്റും, ശബ്ദം കേൾക്കാൻ പറ്റും. 20,000 ശബ്ദതരംഗങ്ങൾ വരെ നമുക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. 1.5 ലക്ഷം ശബ്ദതരംഗങ്ങൾ അകലെ വരെയുള്ള ശബ്ദം മൃഗങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, ചില മൃഗങ്ങൾ, പ്രത്യേകിച്ച് നായിക്ക്. അപ്പോൾ അൾട്രാ വയലറ്റ് ആയിട്ടുള്ള ദൂതന്മാരൊക്കെ പറന്നു പോകുന്നത് നായ്ക്കൾക്ക് കാണാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കൾ പുറപ്പെടുമ്പോൾ, ദൂതൻ സംഹാരം നടത്തുമ്പോൾ, അവരവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഒരു നായ പോലും നിന്റെ നേരെ നാവനക്കുകയില്ലെന്ന്. ഈ ദൂതന്മാർ സംഹാരം നടത്തുമ്പോൾ ദൂതന്മാരെ കണ്ട് നായ്ക്കൾ പോലും ഭയപ്പെട്ട് നാവനക്കാതിരുന്നു എന്ന് മനസ്സിലാക്കണം. മൃഗങ്ങൾക്ക് കാണാൻ കഴിയും. ബിലിയാം ബാരാക്കിന്റെ ഉപദേശം കേട്ട് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വഴിയിൽ നിന്നു. ബിലിയാമിന്റെ കഴുത ദൂതനെ കണ്ടു, ബിലിയാമിന് കാണാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ കഴുതയ്ക്ക് ദൂതനെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അൾട്രാ വയലറ്റ് ആയിട്ടുള്ള ദൂതന്മാരെ മൃഗങ്ങൾക്ക് കാണാൻ കഴിയുമെന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മനുഷ്യരുടെ കണ്ണിന് അത്രയും പവറില്ല. ദൈവകൃപ പ്രാപിച്ച് അകക്കണ്ണ് പ്രകാശിച്ചവർക്ക് ദൂതന്മാരെ കാണാൻ പറ്റും. പല നാളുകൾ ദൈവത്തെ സേവിക്കാൻ മുന്നോട്ടിറങ്ങിയിട്ടും ദൂതന്മാരുടെ ദർശനം ഇതുവരെയും പ്രാപിക്കാത്ത ആളുകളുണ്ട്. പല പ്രാവശ്യം ദൂതന്മാരുടെ ദർശനം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൂതന്മാരെ പലപ്പോഴും നേരിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ഉറക്കം ഉണർന്നു കിടക്കുന്ന സമയത്ത് നേരിട്ട് ദൂതന്മാരെ പല പ്രാവശ്യം കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കങ്ങനെ കാണുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയും ദൈവകൃപയും ആത്മാവിന്റെ ശക്തി നമ്മിൽ എത്രത്തോളം ആയിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത്. ആത്മാവിനെ കൂടുതലായിട്ട് പ്രാപിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ദൈവത്തിന്റെ ആലോചന സഭയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സൂമിൽ ജോയിൻ ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ ആലോചന സഭയിൽ നീ നിന്നിട്ടുണ്ടോ എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കാൻ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് കഴിയും. മറ്റൊന്ന്, ദൈവകൃപ പ്രാപിച്ച ദൈവ പൈതൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനത്തിന് യോഗ്യരാണ്. ദൂതന്മാരുടെ അധികാരത്തോടെ പറയുവാൻ പാവപ്പെട്ട ദൈവമക്കൾക്ക് കഴിയും. പിശാചിനെ അധികാരത്തോടെ ശാസിക്കുവാൻ ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവപൈതലിന് കഴിയും. കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ബലവും ശക്തിയുമേറിയ ഈ ദൂതന്മാരെ പോലും വിധിക്കുവാൻ വിശുദ്ധരായ ദൈവമക്കൾ പ്രാപ്തരായി തീരും എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം സറാപ്പുകൾ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വാഴ്ചകളാണ്. വാഴ്ചകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വാക്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞോളാം. ഇനി ഞാൻ ഓരോന്നിനെ കുറിച്ചും പറയാം, അപ്പോൾ വാക്യങ്ങൾ ഓർപ്പിക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ വാഴ്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വാഴ്ചകളുടെ എല്ലാത്തിൻ്റെയും അധികാരിയായിട്ടുള്ളത് മിഖായേൽ എന്ന് പറയുന്ന ദൂതനാണ് അതിന്റെ ഹെഡ്. അപ്പോൾ വാഴ്ചകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതരഗോളങ്ങൾ, നാം കാണുന്ന സൗരയൂഥം, ഗാലാക്സികൾ, ഇതിന്റെ എല്ലാം വാഴ്ചകൾ നിയന്ത്രിക്കുന്നത് വാഴ്ചകൾ എന്ന് പറയുന്ന ദൂത സഞ്ചയമാണ്. ഇനിയും
അധികാരികൾ എന്ന് പറയുന്ന ദൂതസഞ്ചയം, അവരുടെ പ്രത്യേകത ഭൂമിയിലുള്ള അധികാരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന അതിന്റെ ഹെഡ് അധികാരികൾ എന്ന് പറയുന്ന ദൂതസഞ്ചയമാണ്. ഭൂമി, ആകാശമണ്ഡലം, ഭൂമി, അധോലോകം, സ്വർലോകം, ഭൂലോകം, അധോലോകം, ഇതിന്റെ മൂന്നിന്റെ നിയന്ത്രണം നടത്തുന്നത് അധികാരികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ദൂതന്മാരാണ്. കർത്തൃത്വങ്ങളെ കുറിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. ഈ കർത്തൃത്വങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ ഭരണകർത്താക്കളെ, രാജാക്കന്മാരെ ഒക്കെ നിയന്ത്രിക്കുന്നത്, തൽസ്ഥാനത്ത് നിന്നും മാറ്റുന്നത്, ഭൂമിയിൽ കർത്തൃത്വം നടത്തുന്നത്, കർത്തൃത്വം എന്ന പ്രത്യേകമായ വിഭാഗമാണ്. അടുത്തതായിട്ട് മീഖായേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഹെഡായിട്ടാണ് മീഖായേൽ ദൂതനെ ചിത്രീകരിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 17-ാം വാക്യം, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 21-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ ഈ മീഖായേൽ എന്ന ദൂതനാണ് മറ്റു ദൂതന്മാരെയും ഹെൽപ്പ് ചെയ്യുന്നത്. പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് എത്തുന്നത് മീഖായേൽ എന്ന ദൂതന്റെ കൂടെയുള്ള ദൂതസഞ്ചയങ്ങളാണ്. ഇനി അടുത്തത് ഗബ്രിയേൽ. ദൈവത്തിന്റെ ആജ്ഞകൾ അറിയിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക വിഭാഗമാണ് ഗബ്രിയേൽ കൈകാര്യം ചെയ്യുന്നത്. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു, എണ്ണിക്കൂടാതെ വണ്ണമുള്ള 1000 ഇൻറ്റു കോടി അതുപോലുള്ള ദൂതഗണങ്ങളാണ്. അവർ ദൈവത്തിന്റെ ആലോചനകൾ മനുഷ്യരെ അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം, യോസഫിനോട് യേശുക്രിസ്തുവിനെയും കൊണ്ട് മിസ്രൈമിൽ പോകാൻ കൽപ്പിക്കുന്നു, തിരിച്ച് നസ്രത്തിലേക്ക് പോകാൻ കൽപ്പിക്കുന്നു. ഇങ്ങനെ ആലോചനകൾ പറഞ്ഞു കൊടുക്കുവാനും ദൈവത്തിന്റെ ദൂതുകൾ അറിയിക്കുവാനും ഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്വർഗത്തിലെത്തിക്കുവാനുമുള്ള പ്രത്യേക വിഭാഗത്തിന്റെ തലവനാണ് ഗബ്രിയേൽ. അടുത്തതായിട്ട് വിശുദ്ധ ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. 119-ാം സങ്കീർത്തനം 89-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 23-ാം വാക്യം. അവിടെ അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും അടുത്താണ് ചെല്ലുന്നത്. വിശുദ്ധ ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് അവര് വിശുദ്ധർ ആണെന്നുള്ളതിന്റെ അർത്ഥത്തിലല്ല. എല്ലാ ദൂതന്മാരും വിശുദ്ധന്മാരാണ്, എല്ലാവരും വിശുദ്ധ ദൂതന്മാരാണ്. പിന്നെ വിശുദ്ധ ദൂതന്മാരെന്ന് പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം വിശുദ്ധന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് വിശുദ്ധ ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് ഈ ദൂതന്മാരാണ്. വിശുദ്ധന്മാരുടെ വിവരങ്ങൾ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെക്കുന്നത് ഈ ദൂതന്മാരാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിലൊരുത്തിന് ഇരിക്കുന്നത് കണ്ടു, ആകാശവും ഭൂമിയും അവന്റെ മുമ്പിൽ ഓടിപ്പോയി, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം മറ്റൊരു പുസ്തകം തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കടുത്ത വിധിയുണ്ടായി. ഈ പുസ്തകങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ദൂതന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നത് പോലെ സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ ഈ രേഖകളെല്ലാം കൊടുക്കുന്നത്
വിശുദ്ധ ദൂതന്മാരാണ്. ലോത്തിന്റെ അടുത്ത് റിപ്പോർട്ട് എടുക്കാൻ പോയതും വിശുദ്ധ ദൂതന്മാരാണ്. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, സോദോമിൽ നിന്ന് ദൈവസന്നിധിയിലെത്തിയ റിപ്പോർട്ട് പോലെ കേവലം അവര് ഉണ്ടോ എന്ന് ഞാൻ നോക്കി അറിയും. അതിനുവേണ്ടിയാണ് ദൈവം ദൂതന്മാരെ അയച്ചത്. അപ്പോൾ ഒരു മനുഷ്യൻ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ ആ റിപ്പോർട്ട് എത്തും. മനുഷ്യനായതുകൊണ്ട് ഏത് വ്യക്തി കണ്ണീരൊലുക്കി നിലവിളിച്ചാലും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ദൈവം അവിടെ ആ റിപ്പോർട്ട് സ്വീകരിക്കും. ഹാഗർ പൈതലുമായി മരുഭൂമിയിൽ ഉഴന്നു നടന്നപ്പോൾ അവൾ കരഞ്ഞു, പൈതലിനെ മരണം എനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനെ ഒരു കുറുങ്കാട്ടിൽ ഇട്ടിട്ട് ആ ഹാഗർ സേവമലയിലും മറുവാക്കുന്നിലും ഓടിക്കയറി വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. വെള്ളം കാണാതെ ബുദ്ധിമുട്ടി. പൈതലിന്റെ കരച്ചില് സ്വർഗത്തിൽ കേട്ടു. ദൈവം തന്നെ ദൂതനെ അയച്ചു. അവൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരു നീരുറവ തുറന്നു കൊടുക്കുവാനിടയായി. ഇന്ന് ആ കിണറിന് സംസം കിണർ എന്ന് പറയുന്നു. ഇന്ന് മക്കാപട്ടണത്തിൽ ആവശ്യമുള്ള വെള്ളം മുഴുവൻ അവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ലോകത്തിലുള്ള അനേക കോടി ആളുകൾ അവിടെ ചെന്ന് വെള്ളം സംസം കിണറ്റിലെ വെള്ളം കോരിക്കൊണ്ട് പോകുന്നു. പക്ഷെ അതിന്റെ ജലനിരപ്പിന് ഒരു കുറവുമില്ല. മരുഭൂമിയിലാണെങ്കിലും അത് വറ്റാതെ നിൽക്കുകയാണ്. ദൈവം കൊടുത്ത നീരുറവയാണ്. ആര് കരഞ്ഞാലും ദൈവം കേൾക്കും. അത് സ്വർഗത്തിപ്പാനുള്ള മാനദണ്ഡമായിട്ട് കരുതരുത്. കരയുന്ന ഏതൊരു വ്യക്തിയുടെയും കരച്ചിൽ ദൈവം കേൾക്കും. കൊർന്നല്യോസ് പട്ടാളക്കാരനായിരുന്നു. അയാള് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അയാളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഒരു ദൂതനെ അയച്ചു. ദൂതനകത്ത് വരുന്നത് അവൻ സ്പഷ്ടമായി കണ്ടു. ദൈവത്തെ കാണാൻ വാഞ്ചയോടെ ഒരുത്തൻ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കും. ദൈവം തന്നെ ദൂതനെ അയക്കും, അവന് വേണ്ടി പ്രവർത്തിക്കും. അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. അങ്ങനെ വിശുദ്ധ ദൂതന്മാർ ദൈവമക്കളുടെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ദൂതന്മാരാണ്. അടുത്തത് ശക്തിമാന്മാർ. 9ാമത്തെ ഗ്രൂപ്പാണ് ശക്തിമാന്മാർ. എല്ലാവരും ബലവും ശക്തിയുമുള്ള ദൂതന്മാരാണ്. പക്ഷേ ശക്തന്മാരായ ദൂതന്മാർ പ്രത്യേക ഒരു ഗ്രൂപ്പുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു ദൂതൻ ഒരു കാല് ഭൂമിമേലും ഒരു കാല് സമുദ്രത്തിന്മേലും വെച്ച് നിൽക്കുന്നത് കണ്ടു. അത്ര ഭയങ്കരത്വമുള്ള ദൂതന്മാർ, ശക്തിമാന്മാരായ ദൂതന്മാർ. അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഒരു രാത്രി വന്നിട്ട് 1,85,000 പേരെ സംഹരിച്ചു. അങ്ങനെ ശക്തിമാന്മാരായ ദൂതന്മാരുടെ വിഭാഗമുണ്ട്. ഇനിയും 10ാമത്തെ വിഭാഗം ജലാധിപതിയായ ദൂതന്മാരുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജലാധിപതിയായ ദൂതൻ. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലുണ്ട്. ഇവിടെയൊക്കെയും ഈ വെള്ളത്തിന്റെ അധിപതിയായ ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ഭൂമിയിൽ വെള്ളമുണ്ട്, ഭൂമിക്ക് അകത്ത് വെള്ളമുണ്ട്, ഭൂമിക്ക് മുകളിൽ വെള്ളമുണ്ട്, സ്വർഗത്തിന്റെ മുകളിൽ ആകാശവിധാനത്തിന് മുകളിൽ വെള്ളമുണ്ട്. പണ്ട് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഭൂമിയിലേക്ക് വെള്ളം ഒഴുക്കുകയുണ്ടായി. ഭൂമിയുടെ നീരുറവകൾ തുറന്നു, ആകാശത്തിന്റെ കിളിവാതിലും തുറന്നു. അങ്ങനെ ഭൂമിയിൽ വെള്ളം നിറയുവാനിടയായി. അപ്പൊ ആകാശത്തിന് മുകളിലുള്ള വെള്ളം, താഴെയുള്ള വെള്ളം, എല്ലാ വെള്ളത്തിനും അധിപതികളായിട്ടുള്ള ദൂത സഞ്ചയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. 11ാമത് കാറ്റിന്റെ അധിപതിയായ ദൂതന്മാർ. കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ദൂതന്മാരുണ്ട്.
വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. അവിടെ കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലിയെ തന്റെ ശുശ്രൂഷന്മാരും ആക്കുന്നു എന്ന് 104-ാം സങ്കീർത്തനത്തില് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൂതന്മാർ ആത്മാവിന്റെ കാറ്റുകൾ എന്ന് 68-ാം സങ്കീർത്തനത്തിലും വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദൂത സമൂഹങ്ങളുണ്ട്. 12-ാമതായിട്ട് അഗ്നിയുടെ അധിപതിയായ ദൂതന്മാരുണ്ട്. അഗ്നിയുടെ അധിപതികൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തില്, 14-ാം അധ്യായത്തില്, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തില് ഒക്കെ അഗ്നിയുടെ അധിപതികളെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ ഹനന്യാവ്, അസറിയാവ്, മീശായേൽ തുടങ്ങിയ യഹൂദ ബാലന്മാരെ തീച്ചുള്ളയിലിട്ടപ്പോൾ അഗ്നിയുടെ അധിപതിയായ ദൂതൻ ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചു. അപ്പോൾ അഗ്നിയുടെ അധിപതിയായ ദൂതന്മാരെ 12-ാമത്തെ വിഭാഗം. ഇങ്ങനെയാണ് 12 തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം 12 വിഭാഗമാകണമെന്നില്ല. മറ്റു വിഭാഗത്തിൽപ്പെട്ട ദൂതന്മാരെ അതിനുവേണ്ടി നിയോഗിക്കുന്നതുമാകാം. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. എങ്കിലും ബൈബിളിൽ എടുത്തെഴുതിയിരിക്കുന്ന വസ്തുതകൾ ഞാൻ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇതിൽ ഓരോ വിഭാഗത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കണം. ഇനിയും 12 പ്രധാന ദൂതന്മാരുള്ളതായിട്ടാണ് യഹൂദന്മാരുടെ തൽമൂദില്, തനാക്കില് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാനൊന്ന് പറയാം. നമ്മളത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അത്രമാത്രം നമ്മൾ വിലയിരുത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ഓർപ്പിക്കാം. ഒന്നാമത് പ്രധാന ദൂതന്മാരായിട്ട് പറയുന്നു. 1 മീഖായേൽ, 2-ാമത് ഗബ്രിയേൽ, 3-ാമത് റഫായേൽ, 4-ാമത് ഉറിയേൽ, 5-ാമത് നെറ്റായേൽ, 6-ാമത് ഷമ്മായേൽ, 7-ാമത് യോഫേൽ, 8-ാമത് സിദക്കിയേൽ, 9-ാമത് റഹൂയേൽ, 10-ാമത് അരിയേൽ, 11-ാമത് അസ്രായേൽ, 12-ാമത് ഹനിയേൽ. ഇങ്ങനെ 12 ദൂതന്മാരെ കുറിച്ച് പ്രധാന ദൂതന്മാരായിട്ട് അവര് പറയപ്പെടുന്നു. നമ്മള് ഇതിന്റെ എല്ലാം പേരുകൾ നമുക്ക് വിഷയമല്ല. കാരണം ബൈബിളിൽ അങ്ങനെയുള്ള പേരുകളെല്ലാം നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ചിലതൊക്കെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദൂതന്മാരുണ്ട്. അവരുടെ പേരുകൾ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. 1-ാമത് മീഖായേൽ, ഭരണം നടത്തുവാൻ വേണ്ടി ചുമതലപ്പെട്ട ദൂതനാണ് മീഖായേൽ എന്നുള്ളത് നമുക്കറിയാം. ഗബ്രിയേല് ദൂതറിയിക്കാൻ വേണ്ടിയുള്ള ദൂതസഞ്ചയത്തിന്റെ അധിപനാണെന്നുള്ളത് നമുക്കറിയാം. അടുത്തതായിട്ട് കെരൂബുകളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. പിന്നെ സാറാബീനെ കുറിച്ച്, സറാപ്പുകളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. അതും ബൈബിളിൽ ഉള്ളതാണ്. അടുത്തത് ഷമ്മായേൽ എന്ന് പറയുന്ന ദൂതനെ കുറിച്ച് ബൈബിളിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാം. യെഹെസ്കേൽ പ്രവചനം അവസാനത്തെ അധ്യായം, അവസാനത്തെ വാക്യം, യഹോവ ഷമ്മ, യാഹുവേ ഷമ്മ, ദൈവം നമ്മോട് കൂടെ. നമ്മൾ പാടാറുണ്ട്, യഹോവ ഷമ്മ, അവൻ എന്നും കൂടെയുണ്ട്. യഹോവ ഷമ്മ എന്നുള്ളതിനെ ഹീബ്രുവിൽ ഷമ്മ ഏൽ എന്നാണ്. ഏൽ എന്ന് ഹീബ്രുവിൽ കേട്ടാൽ ദൈവം എന്നാണെന്ന് ഓർത്തോണം. യാഹുവേ എന്നോ യാഹ് എന്നോ കേട്ടാൽ യഹോവയാണെന്ന് ഓർത്തോളണം. ഏലി ഏലി ലെമ്മ ഷബക്ദാനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ഏൽ എന്ന് കേട്ടാൽ ദൈവം എന്നാണെന്ന് ഓർത്തോണം. അപ്പോൾ ഷമ്മ ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. യഹോവ ഷമ്മ എന്ന് പറഞ്ഞാൽ
യഹോവ നമ്മോട് കൂടെ. അപ്പോൾ ശമ്മായേൽ എന്ന് പറയുന്ന ഒരു ദൂതൻ ദൈവമക്കളുടെ കാവലിനായിട്ട് സംരക്ഷണത്തിന് വേണ്ടി അയക്കപ്പെടുന്ന ദൂതന്റെ പ്രധാനപ്പെട്ട ഒരു ദൂതനാണ് ശമ്മായേൽ എന്ന് പറയപ്പെടുന്നത്. ഇനിയും നമ്മോട് അടുത്ത് നിൽക്കാൻ വേണ്ടി ദൈവം നമ്മോട് ഒപ്പം എന്നുള്ള അർത്ഥത്തിലാണത്. ഉരിയേൽ എന്ന് പറയുന്ന ഒരു ദൂതനുണ്ട്. ഉരിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ വെളിപ്പാടെന്നാണ്. ദൈവമക്കൾക്ക് വെളിപ്പാടുകൾ നൽകുന്നത് ഈ ദൂതനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉരിയേലിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 30-ാം വാക്യത്തിലുണ്ട്. ഉറീമും തുമ്മീമും, വെളിപ്പാടും സത്യവും. ദേവാലയത്തിൽ പുരോഹിതന്മാർ സൂക്ഷിച്ചിരുന്ന ഉറീമും തുമ്മീമും. ഉറീം എന്ന വാക്കിന്റെ അർത്ഥം വെളിപ്പാടെന്ന്. അപ്പോൾ ഉറിയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വെളിപ്പാട്. ദൈവത്തിന്റെ വെളിപ്പാടുകൾ, അരുളപ്പാടുകൾ ജനത്തെ അറിയിക്കാൻ വേണ്ടി ദൈവമാക്കിയിരിക്കുന്ന ദൂതന്മാരാണ് ഉരിയേൽ എന്ന് പറയുന്നത്. അത് വേദപുസ്തകത്തിലെ ഉറീം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവിക വെളിപ്പാട് എന്ന അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും റഫായേൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യഹോവ റാഫ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, യാഹ്വേ റാഫ. അതിന്റെ ഹീബ്രു ആണ് റഫായേൽ, ഏൽ റാഫ. ദൈവം സൗഖ്യദായകൻ. സൗഖ്യദായകനായ ദൈവം റഫായേൽ എന്ന് പറയുന്ന ദൂതനെ അയക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മളെ പെന്തക്കോസ്തുകാരായ നമ്മൾ ഇങ്ങനെയുള്ള പേരുകൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം ബൈബിളിൽ പ്രത്യേകം അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതല് രോഗിയായി കിടക്കുമ്പോൾ അവന് സൗഖ്യം നൽകുവാൻ, അവനെ സംരക്ഷിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ എത്തുന്നത് റഫായേലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമുക്കത് വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം യഹോവ റാഫ, യഹോവ നമ്മൾ പാടാറുണ്ട്, യഹോവ റാഫ സൗഖ്യം നൽകുന്നവൻ എന്ന് നമ്മൾ പാടാറുണ്ട്. അപ്പോൾ റഫായേൽ എന്ന് പറഞ്ഞാൽ ദൈവം സൗഖ്യമാക്കുന്നു. അങ്ങനെ സൗഖ്യമാക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൂതൻ എങ്ങനെ പേര് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ദൂതന്മാരെ കുറിച്ച് നിങ്ങൾ ഓർത്താൽ ഈ പേര് കൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൂതന്മാരെന്ന് പറയുന്നത് അവരുടെ പേരല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ഓരോരോ ദൂതന്മാരെ ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് പേരല്ല, അയാളുടെ ജോലിയാണ്. പക്ഷെ പോസ്റ്റ്മാൻ വന്നെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പക്ഷെ അയാളുടെ ജോലിയോടുള്ള ബന്ധത്തിലാണ് ആ പേര്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ പേരല്ല, പദവിയാണ്, അയാളുടെ ജോലിയാണ്. നേഴ്സസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയാണ്, ആ പേരില് അവരെ അറിയപ്പെടുന്നു. ഇപ്പൊ സൗഖ്യമാക്കാൻ വരുന്ന ദൂതനെ റഫായേൽ എന്ന് പറയുന്നു. നമ്മോട് കൂടെ കടന്നു വരുന്ന ദൂതനെ ശമ്മായേൽ എന്ന് പറയുന്നു. നമുക്ക് വെളിപ്പാടുകൾ നൽകുന്ന, ദർശനങ്ങൾ നൽകുന്ന ദൂതനെ ഉറിയേൽ എന്ന് പറയുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുക. സാധാരണ ഇതൊന്നും നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടില്ല, ആരും പറയാറുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി ദൂതന്മാരെ ദൈവമാക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ദൂതന്മാർ, ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള ദൂതന്മാർ അവിടെ കടന്നു വരുമ്പോൾ അവരോടൊപ്പം മറ്റു ദൂതന്മാരും കടന്നു വരും. കാരണം ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ ഒരു മേജർ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർ കാണും. അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ടീമുണ്ട്. അവിടെ തിയേറ്റർ ടെക് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, കമ്പൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യാനായിട്ട് ഉള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ടീമിലുണ്ട്. ഒരു ടീമാണ് അത് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി,
മീഖായേലിന്റെ സൈന്യം അവിടെ വന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദൂതന്മാരുണ്ട്. മോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ എവിടെയെങ്കിലും പോകുമ്പോൾ മാധ്യമപ്പട കൂടെ പോകും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ദൂതന്മാരുണ്ട്, പടം എടുക്കാനുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അവരെ സെക്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സംരക്ഷണത്തിന് വേണ്ടി. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ദൂതന്മാർ ഒരു ദൗത്യത്തിൽ പങ്കെടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളുടെ കൂടെ ദൈവമക്കളെ സംരക്ഷിക്കുവാൻ എത്തുന്ന ദൂതന്മാരുടെ കൂട്ടത്തിൽ ഇതുപോലെ എല്ലാ തരത്തിലുമുള്ള ദൂതന്മാരുണ്ടെന്ന് മനസ്സിലാക്കണം. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൂതന്റെ സംരക്ഷണയിൽ എത്താൻ കഴിയുന്നതെന്നൂടെ ചിന്തിച്ചു നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇന്ന് വാക്യങ്ങളൊന്നും നമ്മൾ വായിച്ചില്ലല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ കിട്ടിയോ? ഹലോ. മനുഷ്യരുടെ മുമ്പിൽ അതല്ലേ, മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. ഒരു മിനിറ്റ് ഒന്നെടുത്തോട്ടെ. സോറി. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ ദൈവപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവരെ ദൈവദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയും. ഒരു മനുഷ്യന്റെ സംരക്ഷണ ദൂതന്മാർ ഏറ്റെടുക്കുന്ന എപ്പോഴാണ്? ആരെങ്കിലും ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, when he confessed that Jesus Christ is the Son of God and my personal Savior എന്നൊരുത്തൻ ഏറ്റുപറയുന്ന, അവൻ കൺഫസ് ചെയ്യുന്ന നിമിഷത്തിൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ സംഘത്തിൽ ദൈവം അവനെ ഏറ്റുപറയുകയാണ്. ഇവൻ എന്റെ പൈതലാണ്, he is my child because he has accepted me. അവൻ എന്നെ സ്വീകരിച്ചു, അംഗീകരിച്ചത് കൊണ്ട് അവൻ എന്റെ പൈതലായി തീർന്നിരിക്കുന്നു. അപ്പൊ തന്നെ വിശുദ്ധ ദൂതന്മാർ പേരെഴുതുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അന്നു മുതൽ ദൂതന്മാരുടെ സംരക്ഷണയിലാകുന്നു. എപ്പോൾ ഒരുത്തൻ ദൈവത്തെ തള്ളി പറയുമോ അപ്പോൾ അവന്റെ പേര് മായ്ക്കുന്നു, അവന്റെ സംരക്ഷണം മാറിപ്പോകുന്നു. നമ്മള് റോഡ് സൈഡ് വാറന്റി എടുക്കുകയാണെങ്കിൽ അത് 1 വർഷത്തേക്ക് എടുത്തു, പോയ വഴിക്ക് ടയർ പഞ്ചറായി, അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. അടുത്ത വർഷം ഇല്ലെങ്കിൽ അവരുടെ സംരക്ഷണം കിട്ടത്തില്ല. വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഇൻഷുറൻസ് ഉള്ളിടത്തോളം കാലം അവർ നോക്കും. നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിച്ചാൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ കാലം അത്രയും അവരുടെ ഉത്തരവാദിത്തമാണ്. ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ അവരെ വിളിച്ചാൽ പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ ദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ടാകും. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ നമ്മുടെ സംരക്ഷണത്തിനായിട്ട് അപ്പോൾ മുതൽ കടന്നു വരും. അവരേറ്റെടുക്കും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൂതന്മാരുടെ സംരക്ഷണയിൽ എന്തൊക്കെ പ്രവർത്തികളാണ് ഉള്ളത്, ഏതൊക്കെ നിലയിലാണ് ദൂതന്മാർ നമ്മളെ സംരക്ഷിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നാളെ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 12 തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ കെരൂബുകളാണ് ഒന്നാമത്തേത്. കെരൂബുകളെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 99-1 99 സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുന്നു. യഹോവ വാഴുന്നു, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. കെരൂബുകളുടെ മധ്യയാണ് ദൈവം വസിക്കുന്നത്. കെരൂബുകളുടെ മധ്യ വസിക്കുന്ന ദൈവമെന്ന് ബൈബിളിൽ പഴയ നിയമത്തിൽ 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
80-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലും അവൻ കെരൂബുകളുടെ മേൽ മീതെ അധിവസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗസിംഹാസനത്തിൽ 3 തരത്തിലുള്ള ദൂതന്മാരുണ്ടായിരുന്നു: കെരൂബുകൾ, സെറാഫുകൾ, ലൂസിഫർ. അതിൽ ലൂസിഫർ സ്ഥാനത്തു നിന്ന് മാറിയപ്പോൾ, ഭൂമിയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ തോട്ടമായ ഏദനിലെ ജീവവൃക്ഷം സൂക്ഷിക്കാൻ വേണ്ടി ആദ്യമായി നിയോഗിക്കപ്പെട്ടത് കെരൂബുകളെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അതിന്റെ 23-ാം വാക്യമാണെന്ന് തോന്നുന്നു. തിരിഞ്ഞു ജ്വലിക്കുന്ന വാളിന്റെ ജാലയുമായി കെരൂബുകളെ ഏദൻ തോട്ടത്തിൽ കാവലാക്കി ദൈവം നിർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൂതന്മാര് ഏദൻ തോട്ടത്തിൽ കാവലിന് വേണ്ടി ദൈവമാക്കി. ദൂതന്മാര് വാള് പിടിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിൽ കാവലിന് വേണ്ടി കടന്നു വരുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. നോക്കുക, പാളുന്ന ജ്വാലയുള്ള വാളുമായി കെരൂബുകളെ ഏദൻ തോട്ടത്തിന്റെ വാതിക്കൽ കാവലിനായി നിർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു. കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവമെന്നും കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന ദൈവമെന്നും പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് 7 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് ഓർപ്പിക്കാം. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 23-ാം വാക്യം, 2 ശമൂവേൽ 22-ാം അധ്യായം 11-ാം വാക്യം, 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 18-ാം വാക്യം, 18-ാം സങ്കീർത്തനം 18-ന്റെ 10, പിന്നെ 80-ാം സങ്കീർത്തനം 1-ാം വാക്യം, 99-ാം സങ്കീർത്തനം 1-ാം വാക്യം, എസെക്കിയേൽ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇവിടെയെല്ലാം കെരൂബുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 1 ശമൂവേൽ 4-ാം അധ്യായം 4-ാം വാക്യം, 2 ശമൂവേൽ 6-ാം അധ്യായം 2-ാം വാക്യം, 1 രാജാക്കന്മാർ 19-ാം അധ്യായം 18-ാമത്തെ വാക്യം, 1 ദിനവൃത്താന്തം 13-ാം അധ്യായം 6-ാം വാക്യം, ഒന്നുകൂടെ പറയുന്നത് 80-ാം സങ്കീർത്തനം 1-ാം വാക്യം, 99-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഈ ഭാഗങ്ങളിലെല്ലാം കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവമെന്നോ കെരൂബുകളുടെ മധ്യ വസിക്കുന്ന ദൈവമെന്നോ പറഞ്ഞിട്ടുണ്ട്. കെരൂബുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ: 1, സമാഗമന കൂടാരത്തിന്റെ വാതിലിലും തിരശീലയിലും കെരൂബുകളെ ഉണ്ടാക്കിയിരുന്നു, കൊത്തിയുണ്ടാക്കി. കൃപാസനത്തിന്റെ മുകളിൽ 2 കെരൂബുകൾ ചിറക് വിടർത്തി കൃപാസനത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ കെരൂബുകളുടെ രൂപം ദേവാലയത്തിൽ ഉണ്ടാക്കി വെച്ചു. ശലോമോന്റെ ദേവാലയത്തിൽ 2 കെരൂബുകൾ, വലിയ 2 കെരൂബുകൾ ചിറകുകൾ തമ്മിൽ തൊടുത്തക്ക രീതിയിൽ ദേവാലയത്തിനകത്ത് നിൽക്കുന്നതായിട്ട് ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഭൂമിയിൽ സമാന കൂടാരത്തിലും യെരൂശലേം ദേവാലയത്തിലും ശലോമോന്റെ ദേവാലയത്തിലും സെരുബാബേലിന്റെ ദേവാലയത്തിലും എല്ലാം കെരൂബുകളെ പ്രതിഷ്ഠിച്ചിരുന്നു. അത്രമാത്രം പ്രാധാന്യമുള്ള ദൂതന്മാരാണ് കെരൂബുകൾ. കെരൂബുകൾക്ക് ചിറകുള്ളത് കൊണ്ടാണ് സാധാരണ ദൂതന്മാരെല്ലാം ചിറകുള്ളവരാണെന്നും പറന്നു വരുന്നവരാണെന്നും പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ എല്ലാ ദൂതന്മാർക്കും ചിറകുകളുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. കെരൂബുകൾക്ക്, സാറാഫുകൾക്ക് ചിറകുകളുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു ദൂതന്മാരെ കുറിച്ച് ചിന്തിക്കാൻ ഇന്ന് സമയം കടന്നു പോയതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ കെരൂബുകൾ
ഭൂമിയിൽ പലയിടത്തും ദൈവത്തിന്റെ കാവൽക്കാരായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ദൈവവൈദ്യരായി തീർന്നപ്പോൾ മുതൽ നമ്മുടെ പൂർണ്ണ സംരക്ഷണം ദൂതന്മാർ ഏറ്റെടുത്തു. ദൂതന്മാർ നമ്മോടുകൂടെ എപ്പോഴുമുണ്ട്. ഷമായേൽ, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. ദൈവം നല്ല ദിവ്യ ദർശനങ്ങൾ നമുക്ക് നൽകും. ഉറിയേൽ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് ദൈവം നൽകും, ദർശനങ്ങൾ നമുക്ക് നൽകും. ദൈവിക വെളിപ്പാടുകൾ നൽകാൻ വേണ്ടി പ്രത്യേക ദൂതന്മാർ ഈ ദൂത സഞ്ചയത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൂതന്മാർ ഒരു സഞ്ചയമാണെന്ന് പറയുന്നത്. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. ഒന്നല്ല, അനേകം സേവക ആത്മാക്കളായിട്ടാണ് ദൂതന്മാർ. ദൂത സഞ്ചയമാണ് നമുക്ക് ചുറ്റും കാവലായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ദൂത സഞ്ചയം എനിക്ക് കാവലായി തന്നു. വലിയൊരു സമൂഹമായിരിക്കും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്. അന്നമ്മ മാമൻ എന്ന് പറയുന്ന പഴയ ഒരു ദൈവദാസി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അയൽക്കാരിയായിരുന്നു. ആ ദൈവദാസി എഴുതിയ ഒരു പാട്ടുണ്ട്, എല്ലാ വഴികളും എൻ്റെ മുമ്പിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാൽ സ്വർഗ കവാടം തുറക്കും എനിക്കായി, സൈന്യം വരും നിശ്ചയം. ഹാ, എത്ര മാധുര്യം ഈ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തൻ്റെ ദൂതരന്റെ ചുറ്റും യാഗരിക്കുന്ന എപ്പോഴും. പഴയൊരു പാട്ടാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിലും ദൂത സഞ്ചയങ്ങൾ ജാഗരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ, സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ദൂതന്മാർ നമുക്കെതിരായിട്ട് തിന്മ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വിടുവിച്ച് നമുക്ക് വേണ്ടി കരുതുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ദൂത സഞ്ചയങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അത് കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ അകക്കണ്ണുകളെ അതിനായിട്ട് നമുക്ക് തുറക്കാം. ദൈവമായ കർത്താവേ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.